ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാം ഡെയിലി. കേരള PSC സീരീസിലെ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗുകൾ, പാർട്സ് ഓഫ് ദി സ്പീച്ച്, കമ്പാരിസൺ, സൂപ്പർലേറ്റീവ് കമ്പാരിസൺസിൽ വരുന്നത്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള സെഷനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുൻപ് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും ഒരു ക്ലാസ് കൂടി, അതായത് ഡയറക്റ്റ് സ്പീച്ചിനെയും ഇൻഡയറക്റ്റ് സ്പീച്ചിനെയും കുറിച്ചിട്ടുള്ള ഒരു അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ ഒരു സെഷൻ ഒന്നുകൂടി എടുക്കുകയാണ്. സോ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും ആണ് ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്. നമ്മൾ ഓൾറെഡി കേരള PSC സീരീസിൽ ഈ ഒരു ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ചെയ്തിരുന്നു. ഓക്കെ, ഇത് രണ്ടാമത്തെ സെഷനാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്. എന്നാലും വളരെ ബ്രീഫായിട്ട് എന്താണ് ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഫസ്റ്റ് പേഴ്സന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുന്നതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അതായത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളോടൊപ്പം ഞാൻ സംസാരിക്കുന്നു, അത് എന്താണ്? അത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നു, അത് എന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്, ഞാൻ ഐ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു. ഈ ഒരു ഫസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഹാൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഫസ്റ്റ് പേഴ്സൺ നറേഷനും ആണ്. ഓക്കെ, ഫസ്റ്റ് ഹാൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ കാര്യം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് സംസാരിക്കുന്നു, ഇത് ഫസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് സ്പീച്ച്. ഇത് തന്നെ ഒരു തേർഡ് പേഴ്സൺ കേട്ട് നിന്ന ശേഷം, അതായത് ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ അല്ല, സംസാരിക്കുന്നയാളോ കേൾക്കുന്നയാളോ അല്ലാതെ ഒരു തേർഡ് പേഴ്സൺ ഇതിനെ നറേറ്റ് ചെയ്യുന്നു, ഒരു തേർഡ് പേഴ്സൺ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് തേർഡ് പേഴ്സൺ എങ്ങനെ നറേറ്റ് ചെയ്യുന്നു, അങ്ങനെ തേർഡ് പേഴ്സൺ നറേഷൻ ആണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ തന്നെ മറ്റൊരു പേരാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത്. റിപ്പോർട്ട് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് ദ ക്വസ്റ്റ്യൻ, റിപ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരുവാണെങ്കിലും ഓർക്കുക, ഇത് ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ചിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് വേ കമ്മ്യൂണിക്കേഷനിൽ ഐ, വി അല്ലെങ്കിൽ ഷീ, അങ്ങനെ നമ്മൾ ഐ എന്നുള്ള രീതിയിലേക്ക് ഞാൻ എൻ്റെ കാര്യം സംസാരിക്കുന്നത് ഒരു തേർഡ് പേഴ്സൺ കേൾക്കുമ്പോൾ തേർഡ് പേഴ്സണെ സംബന്ധിച്ച് അയാളുടെ കാര്യമല്ല സംസാരിക്കുന്നത്, പകരം അയാൾ കേട്ടൊരു കാര്യത്തെ കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ല, അതുപോലെ തന്നെ അതൊരു അവനവന്റെ കാര്യം പറയുന്ന ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഫസ്റ്റ് വേ ഓഫ് നറേഷൻ അല്ല, തേർഡ് പാർട്ടി കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ അല്ലേ? സോ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആണ്. തേർഡ് പാർട്ടി നറേഷനിലേക്ക് വരുന്നതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പുറത്തു നിന്ന് മറ്റൊരാൾ കേൾക്കുകയും അത് വേറെ ആരോടെങ്കിലും ചെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡ്. ക്ലിയർ അല്ലേ? സോ ഇതിന് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസുമായിട്ട് പലരും ഡൗട്ട് അല്ലെങ്കിൽ ഇതിൽ കൺഫ്യൂഷൻസ് പറയാറുണ്ട്. എന്നാൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്ട്രക്ചറൽ ഫോമാറ്റിൽ ചേഞ്ച് വരുത്തുക മാത്രമാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന ക്വസ്റ്റ്യൻ ടൈപ്പിൽ കാണുന്നത്. ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിന്റെ നറേഷനെ മാറുകയാണ്. ഓക്കെ അല്ലേ? നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതൊരു തേർഡ് പാർട്ടി റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മളിപ്പോ പ്രസന്റ് ടെൻസിൽ പറയുവാണെങ്കിൽ പോലും പാർട്ടി അത് പറയുമ്പോൾ അതെങ്ങനെ പറഞ്ഞു പാസ്റ്റ് ടെൻസിലേക്ക് ചേഞ്ച് ആക്കിക്കൊണ്ടാണ് സംസാരിക്കുക. ടെൻസ് ചേഞ്ച് ആവും, പ്രൊനൗൺ ചേഞ്ച് ആവും, എന്താണോ സബ്ജക്റ്റ് എന്നുള്ളത് അത് റിപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡിലേക്ക് സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് ചേഞ്ച് ആവും. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ അത് ക്വസ്റ്റ്യൻ അല്ലാതെ ആവും, സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ട് മാറും. നമ്മൾ ഒരു ദിവസത്തെ പറ്റിയിട്ട്, ഒരു മാസത്തെ പറ്റിയിട്ട്, ഒരു ആഴ്ചയെ പറ്റിയിട്ട്, അങ്ങനെ ഏതെങ്കിലും പർട്ടിക്കുലർ ടൈമിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിനൊക്കെ പെർട്ടിക്കുലർ ചേഞ്ചസ് വരും. അതായത് ടുഡേ എന്നുള്ളത് ദിസ് ഡേ,
യെസ്റ്റർഡേ എന്നുള്ളത് ദാറ്റ് ഡേ അല്ലെങ്കിൽ ഡേ ബിഫോർ എന്നാവും. ലാസ്റ്റ് വീക്ക് എന്നുള്ളത് ദ വീക്ക് ബിഫോർ എന്നാവും. ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നാവും. ഇങ്ങനെയുള്ള ചില ചേഞ്ചസുകൾ നമ്മൾ നമ്മുടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തുകയും ചെയ്യും. ആ വേർഡിനെ അങ്ങനെ തന്നെ എടുത്തെഴുതുക അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ മാറ്റിയത് കൊണ്ടോ ഒന്നും നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് ആക്കാനോ ഇൻഡയറക്റ്റ് സ്പീച്ചിനെ ഡയറക്റ്റ് ആക്കാനോ കിട്ടാറില്ല. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുവാണ്. നമുക്ക് 2 ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് വരുന്നത്. നമുക്ക് യൂഷ്വലി അറിയാവുന്നതാണ്. ഒന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക എന്നുള്ളതും, രണ്ടാമത്തത് ഡയറക്റ്റ് സ്പീച്ചിലെ സ്പീച്ചിനെ ഇൻഡയറക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതും. ഈ 2 ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒന്നും ഡയറക്റ്റ് സ്പീച്ചിലോ ഡയറക്റ്റ് സ്പീച്ചിലോ ഇതുവരെ അങ്ങനെ കണ്ടുവരാറില്ല. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് മൂവ് ചെയ്യാം. ഇഫ് യു ഹാവ് എനി ഫർദർ ഡൗട്ട്സ് നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതുമാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. മദർ ടോൾഡ് മീ ദാറ്റ് I should listen to her first and then do anything as I pleased. Okay, സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ എന്നോട് പറഞ്ഞു. ഓക്കെ, സോ ഹിയർ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് കമ്മ്യൂണിക്കേഷൻ ആണോ തേർഡ് പാർട്ടി കമ്മ്യൂണിക്കേഷൻ ആണോ സംസാരിക്കുന്നത്? ഇതൊരു ഡയറക്റ്റ് സ്പീച്ച് ആണോ ഇൻഡയറക്റ്റ് സ്പീച്ച് ആണോ? നമുക്കറിയാം അമ്മ എന്നോട് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഹാൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ല, അല്ലെ? അമ്മ എന്നോട് പറഞ്ഞു, ഞാനത് തേർഡ് പാർട്ടി റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെ? അമ്മ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അമ്മേനോട് പോയിട്ടല്ല, ആരോടോ പോയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്, അല്ലെ? അല്ലാതെ ഇവിടെ ഫസ്റ്റ് ഹാൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ല നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒരു ഈസി വേ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വേ ഓഫ് സ്പീച്ചിൽ ഓൾവേസ് യൂസ് ചെയ്യുന്നത് ഐ അല്ലെങ്കിൽ സബ്ജക്ട് പ്രോനൗൺ എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് പാർട്ടി ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ ഫസ്റ്റ് ഹാൻഡ് കമ്മ്യൂണിക്കേഷനിൽ സബ്ജക്ട് പ്രോനൗൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് പാർട്ടി ആയിരിക്കും നറേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം അതിൽ ഈ പറയുന്ന പോലെ നമ്മൾ എന്തിനാ ഈ ഒരു കൊട്ടേഷൻ മാർക്കിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഇത് പറയുകയാണ് അല്ലെങ്കിൽ ഇതൊരു കോൺവെർസേഷൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടി കമ്മ്യൂണിക്കേഷനിലാണ്, അഥവാ ഡയറക്റ്റ് സ്പീച്ചിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് അഥവാ നമ്മൾ ഈ കൊട്ടേഷൻ മാർക്കൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. ഓക്കെ, ഇൻ റിട്ടേൺ വേയിൽ നമ്മളിങ്ങനെ ഹൈഫൺ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ മാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പങ്ക്ച്വേഷൻസ് ആഡ് ചെയ്യുന്നത് ഡയറക്റ്റ് സ്പീച്ചിലേക്കായിരിക്കും. എന്നാൽ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കോ കൊട്ടേഷൻ മാർക്കോ ഒന്നും ഇല്ലാത്ത നമ്മൾ അമ്മ പറഞ്ഞു എന്ന് പറയുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് വേയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ അല്ലേ? സോ ഒബ്വിയസ്ലി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിനെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക എന്നതാണ്. ഓക്കെ അല്ലേ? സോ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. മദർ ടോൾഡ് മീ ദാറ്റ് ഐ ഷുഡ് ലിസൺ ടു ഹർ ഫസ്റ്റ്. അമ്മ എന്നോട് പറഞ്ഞു ഞാൻ ആദ്യം അമ്മേനെ കേൾക്കണം, അമ്മ എന്താണോ പറയുന്നത് അത് ലിസൺ ചെയ്യണം, അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ളത് എന്താണ്? then do anything as I pleased. ഓക്കെ, അതിനുശേഷം എന്താണോ എനിക്കിഷ്ടം അത് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഇതിനെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ആക്കുകയാണ്. ഓക്കെ, റൈറ്റ് ആണ്, ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇതിനെ എങ്ങനെ ഡയറക്റ്റ് ആക്കാമെന്ന് നോക്കാം. ഓപ്ഷൻ എ, മദർ സെഡ് ടു മീ he should listen to her first and then do anything he pleases. Okay, he എന്ന് സബ്ജക്ട് പ്രോനൗണിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മദർ സെഡ് ടു മീ യു ഷുഡ് ലിസൺ ടു മീ ഫസ്റ്റ് ആൻഡ് ദെൻ ഡു എനിത്തിങ് ഐ പ്ലീസ്ഡ്. ഓക്കെ, ഇവിടെ യു എന്നാണ് സബ്ജക്ട് പ്രോനൗൺ കൊടുത്തിരിക്കുന്നത്. എന്നാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നപ്പോൾ എനിത്തിങ് ഐ പ്ലീസ്ഡ് എന്നായി. മദേഴ്സ് പെർസ്പെക്റ്റീവിൽ നിന്ന് ഐ പ്ലീസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മദറിനെ പ്ലീസ് ചെയ്യിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് മാറി, അല്ലെ?
ഓപ്ഷൻ C നോക്കാം. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മദർ സെഡ് ടു മീ യു ഷുഡ് ലിസൺ ടു മീ ഫസ്റ്റ് ആൻഡ് ദെൻ ഡു എനിത്തിങ് ആസ് യു പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് ഓപ്ഷൻ, ഡി ഓപ്ഷൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മദർ സെഡ് ടു മീ I should listen to me first and then do anything I please. അമ്മ പറഞ്ഞു അവൾക്ക് എന്താണോ ഇഷ്ടം, ഐ പ്ലീസ് എന്ന് പറഞ്ഞിട്ട്, മദർ സെഡ് എന്ന് പറഞ്ഞിട്ട് അമ്മേനെ തന്നെ ഐ ഷുഡ് ലിസൺ, ഞാൻ അത് ലിസൺ ചെയ്യണം എന്ന് പറയുമോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലെ. സോ ഇവിടെ സബ്ജക്ട് പ്രൊനൗണിലാണ് ചെറിയ ചേഞ്ചസ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു പാറ്റേൺ റൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മദർ സെഡ് ടു മീ, ഫസ്റ്റ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നു മദർ ടോൾഡ് മീ ദാറ്റ് എന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കിയപ്പോൾ എന്താക്കി, മദർ സെഡ് ടു മീ, അമ്മ എന്നോട് പറഞ്ഞു എന്നുള്ളത് ടോൾഡ് മീൽ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റും. ഇവിടെ പ്രസന്റ് ടെൻസിലാണ് മദർ സെഡ് ടു മീ. എന്താണ് പറഞ്ഞത്? യു ഷുഡ് ലിസൺ ടു മീ ഫസ്റ്റ് അല്ലെ, യു ഷുഡ് ലിസൺ ടു മീ ഫസ്റ്റ്. അവിടെ ഹി ഷുഡ് ലിസൺ, ഇവിടെ ഒരു ഹി ആണോ ഷീ ആണോ എന്നൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇവിടെ കുട്ടീനോട് പറഞ്ഞിരിക്കുന്നത് കുട്ടി എന്നുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമാണ്, അല്ലാതെ അവനാണോ അവളാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ ഹി എന്ന് അസ്യൂം ചെയ്യുന്നത് റോങ് ആണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കട്ട് ചെയ്തത്. സെക്കൻഡ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നു യു എന്ന് ഫസ്റ്റ് സബ്ജക്ട് പ്രൊനൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, എന്നാൽ പിന്നീട് അത് ചേഞ്ച് ചെയ്തിരിക്കുന്നത് ഐ എന്നിലേക്ക്. അമ്മേനെ പ്ലീസ് ചെയ്യിപ്പിക്കുന്ന ജോലി ചെയ്യുക എന്നുള്ളതല്ലല്ലോ. സോ ഓപ്ഷൻ ബിയും റോങ് ആണ്. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ എല്ലാ സബ്ജക്ട് പ്രൊനൗണിലും ഫസ്റ്റ് പേഴ്സൺ, അതായത് അമ്മ തന്നെ മൈ ഐ എന്നുള്ള രീതിയിലേക്ക് സബ്ജക്ട് പ്രൊനൗണിനെ കൊണ്ടുവന്നിരിക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ റോങ്. ദി റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, യു ഷുഡ് ലിസൺ ടു മീ ഫസ്റ്റ് ആൻഡ് ദെൻ ഡു എനിത്തിങ് ആസ് യു പ്ലീസ്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നമ്മുടെ സബ്ജക്ട് പ്രൊനൗണിലുള്ള ചേഞ്ചസ് കൊണ്ടാണ് നമുക്ക് ഈ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കാം, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹി സെഡ് they will be using my car for the trip. ഇത് ഏത് രീതിയിലുള്ള ഒരു സ്പീച്ച് ആണ്? ആദ്യത്തേത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്, നിങ്ങൾ പറഞ്ഞ ആൻസർ റൈറ്റ് ആയിരുന്നു. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നു ഹി സെഡ്, അവൻ പറഞ്ഞു. എന്നിട്ട് ഒരു കൊട്ടേഷൻ മാർക്കിന്റെ അകത്ത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു, they will be using my car for the trip. അവൻ പറഞ്ഞു അവരെ എന്റെ കാറാണ് ട്രിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണോ ഇൻഡയറക്റ്റ് സ്പീച്ച് ആണോ? ഇത് ഫസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണോ, സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി നറേഷൻ ആണോ? ഏതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്? ഇഫ് യു നോ, നിങ്ങൾക്ക് അത് കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ്. സി, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടി നറേഷൻ ആണ് അല്ലെ. നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു കൊട്ടേഷൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നത് ഡയറക്റ്റ് സ്പീച്ചിലാണ്. ഓക്കെ അല്ലെ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഓക്കെ അല്ലേ? സോ ഡയറക്റ്റ് സ്പീച്ച് ആണ്. യെസ്, റൈറ്റ് ആണ്. അമൽ കൃഷ്ണ ആൻസർ ചെയ്തിട്ട് റൈറ്റ് ആണ്. ഇത് ഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹി സെഡ് ആൻഡ് കൊട്ടേഷൻ മാർക്ക് ആഡ് ചെയ്തിരിക്കുന്നു, they will be using my car for the trip. ഓക്കെ, സോ ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. നോക്കാം, ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ, he said that they would be using this car for the trip. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ അങ്ങനെയാണ്. സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നു, he said that we will be using his car for the trip. ഓക്കെ, നെക്സ്റ്റ് വൺ, തേർഡ് ഓപ്ഷൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, he said that they will be using my car for the trip. Next one, fourth option, D option പറഞ്ഞിരിക്കുന്നു, he said that they would be using my car for the trip. Okay അല്ലേ?
സോ 4 ഓപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദേ വിൽ ബി യൂസിങ് എന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കും, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഒരു ഇൻഡയറക്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ അതിന്റെ കൊട്ടേഷൻ മാർക്കുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റും, കോമയും സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റും. നമുക്ക് ഇതിന്റെ ഇടയിൽ കൺഫ്യൂഷൻസ് ഒന്നും ആവശ്യമില്ല. നമ്മളൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് ആയിട്ട് മാറ്റുമ്പോൾ എഴുതുക. ക്വസ്റ്റ്യൻ മാർക്ക്, കൊട്ടേഷൻ മാർക്ക്, കോമ ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യില്ല. ക്ലോസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോമ ആഡ് ചെയ്യത്തുള്ളൂ. ഫുൾ സ്റ്റോപ്പ് ഇട്ട് വേണം നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് നിർത്താനായിട്ട്. സോ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുവാണ്. among these 4 options ഏതാണ് ഇതിന്റെ റൈറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം they will be using എന്ന് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പറയുമ്പോൾ അത് തന്നെ നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതില്ല അല്ലെ. സോ will be using എന്ന് പറഞ്ഞിരിക്കുന്ന 2 ഓപ്ഷനും നമുക്ക് കട്ട് ചെയ്തേക്കാം. റിമൈനിങ് നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. they would be using എന്നുള്ളത്, that is the right answer അല്ലെ. നമ്മൾ they will use എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞു കഴിയുമ്പോൾ അതിനെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് അമൽ കൃഷ്ണ എ എന്ന് പറഞ്ഞിരിക്കുന്നു. റൈറ്റ് ആൻസർ ആണ്, എ ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ് എ ആൻസർ? ബിക്കോസ് സി ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ പറഞ്ഞു ബിയും സിയും കട്ട് ചെയ്തു. 2 റിമൈനിങ് ഓപ്ഷൻസ് ഉള്ളതിൽ he said that they would be using his car. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നു they would be using my car. നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഹി സെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഫസ്റ്റ് പാർട്ടി നറേഷൻ ആണ്. ശരി, സമ്മതിച്ചു. അവിടെ യൂസിങ് മൈ കാർ എന്ന് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ആണ് ഡയറക്റ്റ് സ്പീച്ചിൽ. എന്നാൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മൈ കാർ എന്ന് പറയുന്നത് റോങ് ആണ്. ഹിസ് കാർ, അവന്റെ കാർ അവർ ഉപയോഗിക്കും എന്ന് നമ്മൾ പറയത്തുള്ളൂ. അല്ലാതെ അവന്റെ കാർ എന്ന് പറയുന്നിടത്ത് എന്റെ കാർ അവർ ഉപയോഗിക്കും എന്ന് ഡയറക്റ്റ് സ്പീച്ചിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ ഡി കട്ട് ചെയ്തിട്ട് റിമൈനിങ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. ഫസ്റ്റ് പാർട്ടി കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് അവന്റെ കാർ എന്നുള്ളത് എന്റെ കാർ എന്നുള്ളത് അവന്റെ കാർ എന്ന രീതിയിലേക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് നമ്മൾ മാറ്റി എഴുതുകയാണ്. Clear alle? So the right indirect speech of the statement is he said that they would be using his car for the trip. Clear alle? Next one നോക്കാം. Third question തന്നിരിക്കുന്നത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം അല്ലെ. ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, ഇൻഡയറക്റ്റ് സ്പീച്ചിലും ഡയറക്റ്റ് സ്പീച്ചിലും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണോ ഇൻഡയറക്റ്റ് സ്പീച്ച് ആണോ. Which one is this? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു, ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നു, ദെൻ നമുക്കൊരു കൊട്ടേഷൻ മാർക്ക് ഇട്ടൊരു സ്റ്റേറ്റ്മെന്റ് വിത്ത് ആ ക്വസ്റ്റ്യൻ മാർക്കാണ് തന്നിരിക്കുന്നത് അല്ലെ. സോ അപ്പോ ഇത് ഏത് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും? ഒരു ഡയറക്റ്റ് സ്പീച്ചിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഡയറക്റ്റ് സ്പീച്ച് ആണിത്. ഡയറക്റ്റ് സ്പീച്ചിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിൽ കൊട്ടേഷൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാം ഉണ്ടാകും. പ്ലസ് അതൊരു ഫസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സോ ഫസ്റ്റ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്? The wayfarer said to me, do you know the way to the Asiad village? Okay, wayfarer എന്നോട് ചോദിച്ചു അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? Then കൊട്ടേഷൻ മാർക്ക് ആരംഭിച്ചതിന് ശേഷം പറയുകയാണ് Do you know the way to the Asiad village? Asiad villageലേക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാമോ എന്ന് ആ wayfarer എന്നോട് ചോദിച്ചു അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക്, അതായത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി എഴുതേണ്ടത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ, the wayfarer asked me if I know the way to the Asiad village. Okay. Next one പറയുകയാണ് the wayfarer asked me if he knew the way to the Asiad village. Option C പറയുന്നു the wayfarer asked me that if I know the way to the Asiad village. Option D പറയുന്നു the wayfarer asked me if I did know the way to the Asiad village. Okay,
നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു ദ വേഫെയറർ ആണ് സംസാരിക്കുന്ന ആള്. സ്പീക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത് വേഫെയറർ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് ആരോടാണ് ചോദിച്ചത്? ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻഡ് ആസ് മീ. ഓക്കെ, എന്നോടാണ് ചോദിച്ചതെന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിരിക്കുന്നു. ചില സ്റ്റേറ്റ്മെന്റുകളിൽ ഇത് ആരോടാണ് പറഞ്ഞത്, ഓക്കെ, ഹി സെഡ് എന്ന് മാത്രമേ ചിലതിൽ ഉണ്ടാവുള്ളൂ. ഹി സെഡ് ടു മീ എന്ന്, അല്ലെങ്കിൽ ഹി സെഡ് ടു ഷീല എന്ന് കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഒരു റൈറ്റ് പ്രൊനൗൺ നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ യു, ഹി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രൊനൗൺ, സബ്ജക്ട് പ്രൊനൗണിന്റെ കാര്യത്തിൽ ചേഞ്ചസും കൺഫ്യൂഷൻസും വരുന്നത്. ഇവിടെ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നു ടു മീ എന്നുള്ളത്. സോ അത് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ആരാണ് ലിസണർ, ആരാണ് ഇവിടുത്തെ ആരാണ് സ്പീക്കർ, ആരാണ് ലിസണർ എന്നുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ സ്പീക്കർ എന്ന് പറയുന്നത് വേഫെയറർ ആണ്, ലിസണർ എന്ന് പറയുന്നത് നമ്മുടെ മീ അല്ലെങ്കിൽ ഐ എന്ന പൊസിഷനിൽ വരുന്ന ആളാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നു The wayfarer asked me if I knew the way to the Asiatic village. എനിക്ക് വഴി അറിയാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നു he knew. നമുക്കറിയാം ഡു യു നോ എന്നുള്ളത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോഴേക്കും ന്യൂ, ഓക്കെ, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റും. അത് അറിയാമോ, ന്യൂ എന്നുള്ള പാസ്റ്റ് ടെൻസിലേക്ക് നമ്മൾ അതിനെ മാറ്റുകയാണ്. അതുപോലെ said to me എന്ന് പറഞ്ഞിരിക്കുന്നു ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്നു. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ ഈ said to me എന്നുള്ളത് asked me, എന്നോട് ചോദിച്ചു എന്നുള്ള രീതിയിലേക്ക് asked എന്നുള്ള നമ്മുടെ ഒരു വേർഡ് ആഡ് ചെയ്യുകയാണ്. ഇതൊക്കെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ആഡ് ചെയ്യുന്ന മെത്തേഡുകളാണ്. സോ asked me എന്ന് ആക്കിയിരിക്കുന്നു, ന്യൂ എന്ന് ആക്കിയിരിക്കുന്നു. ദെൻ എന്താണ് സെക്കൻഡ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്? The wayfarer asked me if he knew the way. അതായത് അവൻ അറിയാമോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അവൻ അറിയാമോ എന്ന് അവൻ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദാറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ the wayfarer asked me that. that എന്ന് നമ്മൾ ആഡ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെന്റിലാണ്? നമ്മൾ that എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുന്നത് certain സ്റ്റേറ്റ്മെന്റുകളിലാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ask to me എന്ന് പറഞ്ഞതിന് ശേഷം, എന്നോട് എന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ലിസണറിനെ എക്സാക്ട്ലി പറഞ്ഞിരിക്കുന്നു. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ that എന്ന് പറയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ സിയും റോങ് ആണ്. The wayfarer asked me that if I knew the way എന്ന് നമ്മൾ പറയില്ല. I എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. ഓപ്ഷൻ ഡിയിലേക്ക് വരുവാണെങ്കിൽ the wayfarer asked me if I did knew the way to Asiatic village. അവിടെ I did know എന്ന് നമ്മൾ പറയില്ല. Do you know എന്നുള്ളതിന് I knew എന്നുള്ളതിന് നമ്മളിവിടെ I did എന്ന് നമ്മൾ പാസ്റ്റ് ടെൻസിലെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ഡിയും റോങ് ആണ്. ഓപ്ഷൻ സി എന്ന് ചോദിച്ചിരിക്കുന്നു, റോങ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ശരിയാണ് അമൽ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. എന്നോട് ചോദിച്ചു എന്ന് ക്ലിയർലി അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ദാറ്റ് എന്ന് ആഡ് ചെയ്യില്ല, നീ എന്നോ ഹി എന്നോ ഒന്നും അവിടെ സബ്ജക്ട് പ്രൊനൗണിൽ ആഡ് ചെയ്യില്ല. പകരം ഐ എന്ന് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഡു യു നോ എന്നുള്ളതിനെ നമ്മൾ മാറ്റുന്ന സമയത്ത് ഇഫ് ഐ ന്യൂ എന്ന് ഓൾറെഡി പറഞ്ഞിരിക്കുന്നു. അതിന്റെ കൂടെ ഡിഡ് എന്നോ ഇഫ് എന്നോ ഒന്നും, പിന്നെ ഇഫ് എന്ന് ചേർക്കും, സോറി, ഡിഡ് എന്നോ ദാറ്റ് എന്നോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലി റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ദി റൈറ്റ് ഇൻഡയറക്റ്റ് വേ ഓഫ് speech is the wayfarer asked me if I knew the way to the Asiatic village. Okay അല്ലേ? നെക്സ്റ്റ് വൺ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ദാറ്റ് കൺഫ്യൂഷൻ വന്നു. ഓക്കെ, സി ദാറ്റ് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ സബ്ജക്ട് പ്രൊനൗണിൽ ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കാത്ത സമയത്താണ്. ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ കണ്ടിരുന്നു സി ഹി സെഡ് എന്ന് മാത്രമേ ഉള്ളൂ. ആരോടാണ് പറഞ്ഞത്? ഓക്കെ, അവിടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് സബ്ജക്ട് പ്രൊനൗൺ ഇല്ല. ഹി സെഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ആരോട് വേണമെങ്കിലും ആകാം. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് ആക്കുന്ന സമയത്ത് ഹി സെഡ് ദാറ്റ് എന്ന് നമ്മൾ ആഡ് ചെയ്യും. ആ ഒരു പൊസിഷനിൽ ദാറ്റ് റൈറ്റ് ആണ്, റൈറ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇവിടെ ലിസണർ ആരാണെന്ന് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നു. വേഫെയറർ എന്നോട് ചോദിച്ചു അല്ലെ,
ലിസണർ ഞാനാണ്, വേഫെയർ സ്പീക്കർ ആണ്. എന്നാൽ ഈ കേസിൽ സ്പീക്കർ മാത്രമേ ഉള്ളൂ, യാതൊരു ലിസണറിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടില്ല. സോ ലിസണർ ഇല്ലാത്തൊരു കേസിൽ നമ്മൾ ദാറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആണ്, റൈറ്റ് ആണ്. എന്നാൽ ലിസണർ ഉള്ളപ്പോ അതിനെ നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഹി ആസ്ക്ഡ് മീ. ഓക്കെ, മീ എന്ന് പറഞ്ഞ ശേഷം വീണ്ടും ദാറ്റ് എന്നൊരു വേർഡിന്റെ അവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ദാറ്റ് വന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്യേണ്ടി വന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദി സ്പെക്ടേറ്റേഴ്സ് അപ്ലോഡഡ് ദ യങ് അത്ലറ്റ് saying that he had broken all previous records. Okay, spectator applauded the young athlete saying that he had broken all previous records. ഇത് ഏത് ടൈപ്പ് ഓഫ് സ്പീച്ച് ആണ്? ഇത് ഒരു ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച് ആണ് അല്ലെ? ഇത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. വൈ? ഇവിടെ ആള് എന്ത് പറഞ്ഞു എന്നുള്ളത് തേർഡ് പാർട്ടി കമ്മ്യൂണിക്കേഷനിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്ലസ് ഇവിടെ കൊട്ടേഷൻ മാർക്കുകളില്ല. അതാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വിസിബിളി കണ്ടു കഴിയുമ്പോൾ, ഇത് വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും വിസിബിളി ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഇതിൽ കൊട്ടേഷൻ മാർക്ക് ഇല്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല, ഇങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? ഒബ്വിയസ്ലി അതൊരു ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച് ആയിരിക്കും. റൈറ്റ് ആണ്. സോ ഇതിനെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? The spectators applauded the young athlete saying that he had broken all previous records. നീ എല്ലാ പ്രീവിയസ് റെക്കോർഡും, അത്ലറ്റ് എല്ലാ പ്രീവിയസ് റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് വിൻ ചെയ്തിരിക്കുന്നതെന്നാണ് സ്പെക്ടേറ്റേഴ്സ് അവനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞതെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് തേർഡ് പാർട്ടി കമ്മ്യൂണിക്കേഷൻ ആണ്, ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച് ആണ്. ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് വേ ഓഫ് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു, the spectators exclaimed to the young athlete, you have broken all records. Okay, ഓപ്ഷൻ ബി പറയുന്നു, the spectators said to the young athlete, you broke all record. ഓപ്ഷൻ സി പറയുന്നു, the spectators said to the young athlete, you had broken all records. Okay, next one പറഞ്ഞിരിക്കുന്നു, ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നു, the spectators said to the young athlete, bravo, you have broken all records. Okay, ഇവിടെ എന്താ ചേഞ്ച് ഉള്ളത്? ഓരോ സ്റ്റേറ്റ്മെന്റ് കൂടി കൂടി വരുമ്പോഴും ഓരോ കാര്യങ്ങൾ കൂടി കൂടി വന്നിട്ടുണ്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, ഓപ്ഷൻ എ പറയുന്നു, സ്പെക്ടേറ്റേഴ്സ് എക്സ്ക്ലെയിംഡ് ടു ദ യങ് അത്ലറ്റ്. എക്സ്ക്ലെയിം ചെയ്യുന്നത്, എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെങ്കിൽ എക്സ്ക്ലെയിം എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്ക്ലമേഷൻ മാർക്കോട് കൂടിയിട്ട് നമ്മളിപ്പോ ഒരു വലിയൊരു കാര്യം അല്ലെങ്കിൽ ഒരു അത്ഭുതം, എന്തെങ്കിലും സഡൻ റിയാക്ഷൻസിന്റെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സഡൻ റിയാക്ഷൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് എക്സ്ക്ലെയിംഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമ്മളൊരു എക്സ്ക്ലമേഷൻ മാർക്ക്, ഒരു അത്ഭുതമോ ഒരു സന്തോഷമോ കാണിക്കാനായിട്ട് ഇപ്പൊ ബ്രാവോ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതൊരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലുണ്ട്. നമ്മുടെ പറയുന്ന ആ ഒരു കോൺവെർസേഷൻ വേർഡിൽ കൊട്ടേഷൻ മാർക്കിന്റെ അകത്ത് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. സോ അതിന് മുൻപിലാണ് നമ്മളൊരു എക്സ്ക്ലെയിംഡ് എന്ന് പറയുന്നതെങ്കിൽ അത് റൈറ്റ് ആണ്. പക്ഷെ ഇവിടെ യു ഹാവ് ബ്രോക്കൺ ഓൾ റെക്കോർഡ്സ് എന്ന് പറയുന്നിടത്ത് യാതൊരു എക്സ്ക്ലമേഷൻ മാർക്കുകളും ഇല്ല. സോ അതിന് മുൻപിൽ എക്സ്ക്ലെയിംഡ് എന്ന് പറയുന്നത് റോങ് ആണ്. ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നു, the spectators said to the young athlete, you broke all record. നീ എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്തു. അങ്ങനെയല്ല നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ? he had broken all previous records എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. സോ ഇൻ ദാറ്റ് കേസ് സിംപ്ലി നമ്മൾ പറയുന്നു യു ബ്രോക്ക് ഓൾ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്പെക്ടേറ്റേഴ്സ് സെഡ് ടു ദ യങ് അത്ലറ്റ്, അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്പെക്ടേറ്റേഴ്സ് അപ്ലോഡഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ആ അപ്ലോഡ്സ് ഒന്നും നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ കാണാനില്ല. ഓക്കെ അല്ലേ? സോ അതും റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓപ്ഷൻ സി നോക്കുവാണെങ്കിൽ the spectators said to the young athlete, you had broken all records. അവിടെയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. അവിടെ അപ്ലോഡ്സ്, സി സ്പെക്ടേറ്റേഴ്സ് അപ്ലോഡഡ് ദ യങ് മാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? സോ അപ്ലോഡ്സിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയിരിക്കുന്നു, ദ അത്ലറ്റ്
you had broken all records. അത് നമുക്ക് അപ്ലോഡ്സ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് ദി റൈറ്റ് ഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച്. ഡയറക്റ്റ് വേ ഓഫ് സ്പീച്ചിൽ അപ്ലോഡ്സ് കൊടുത്തിരിക്കുന്നത് ഓൺലി ഓപ്ഷൻ സിയിലാണ്. ബ്രാവോ എന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു ആഘോഷത്തിന്, ആ ഒരു അപ്രിസിയേഷനെയാണ് അപ്ലോഡഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത്. സോ അത് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ വിസിബിൾ ആവണം, എന്നാൽ മാത്രമേ അത് റൈറ്റ് ആവുകയുള്ളൂ. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ സ്പെക്ടേറ്റേഴ്സ് സെഡ് ടു ദ യങ് അത്ലറ്റ്, ബ്രാവോ, യു ഹാവ് ബ്രോക്കൺ ഓൾ റെക്കോർഡ്സ്. ആ അപ്ലോഡ്സ്, ആ ഒരു അപ്രിസിയേഷനെ കാണിച്ചുകൊണ്ടാണ് ഡയറക്റ്റ് സ്പീച്ച് നമ്മൾ എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി റൈറ്റ് ആണ് അമൽ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? There are many people watching the video, പക്ഷെ ആരും ആൻസർ ചെയ്യുന്നില്ല. അമൽ മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ. താങ്ക് യു അമൽ. ആർക്കെങ്കിലും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം, ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. He said to Reina, I cannot marry you now, but I shall surely do next year. ഇത് ഏത് ടൈപ്പ് ഓഫ് സ്പീച്ച് ആണ്? ഒബ്വിയസ്ലി ഇതൊരു ഡയറക്റ്റ് സ്പീച്ച് ആണ് അല്ലെ. ഇതൊരു ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വിത്ത് കൊട്ടേഷൻ മാർക്കുകളാണ്. ഹി എന്നൊരു പേഴ്സൺ, സ്പീക്കർ, റെയ്ന എന്ന് പറയുന്ന ലിസണറിനോട് സംസാരിക്കുന്ന ഒരു സ്പീച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് റൈറ്റ് എന്നുള്ളത്. ഇതിന്റെ ഏത് ഡയറക്റ്റ് സ്പീച്ച് ആണ് റൈറ്റ് എന്ന് നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു, he told her that he could not marry Reina then, but would surely marry her next year. Next one പറഞ്ഞിരിക്കുന്നു, he told Reina that he could not marry her then, but he would surely do so the following year. Next one പറഞ്ഞിരിക്കുന്നു, ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നു, he told Reina that he would not marry her then, but would surely do so the next year. Next one, option D പറഞ്ഞിരിക്കുന്നു, he told Reina that he cannot marry her now, but would surely do so the following year. Okay അല്ലേ? So questionൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, he said to Reina, I cannot marry you now. എനിക്ക് ഇപ്പൊ നിന്നെ കല്യാണം കഴിക്കാനായിട്ട് സാധിക്കില്ല, അടുത്ത ഇയറിൽ ഞാൻ കല്യാണം കഴിച്ചോളാം എന്നുള്ളത്. ഓക്കെ, ഇവിടെ he said to Reina എന്നുള്ളത് നമ്മൾ ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ചിലേക്ക് വന്നപ്പോൾ he told to Reina എന്നുള്ളതാക്കി മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, he told Reina എന്ന് നമ്മൾ പറയുകയാണ്. തേർഡ് പാർട്ടി കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ റെയ്നയോട് പറഞ്ഞു എന്ന് ഓൾറെഡി പറയുന്നു. അതിനുശേഷം ദാറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, he could not marry her അല്ലെ, അയാൾക്ക് മാരി ചെയ്യാനായിട്ട് സാധിക്കില്ല. എനിക്ക് മാരി ചെയ്യാമെന്നല്ല, അവന് മാരി ചെയ്യാൻ സാധിക്കില്ല എന്ന് റൈറ്റ് ആയിട്ട് നമ്മൾ പറയണം. ശേഷം ലാസ്റ്റ് വേർഡിലാണ് ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്, നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു ഇയറിനെ, ഒരു ഡേറ്റിനെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട്, ഞാൻ എൻ്റെ കാര്യം പറയുന്ന ഡയറക്റ്റ് കാര്യമല്ല, മുമ്പ് എപ്പോഴോ നടന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാകാം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. സോ നെക്സ്റ്റ് ഇയർ എന്നുള്ളത് ഫോളോയിങ് ഇയർ. ഓക്കെ, ദ നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഫോളോയിങ് ഇയറിന് നമ്മൾ മാറ്റുകയാണ്. ഓക്കെ, ഇപ്പോ ടുഡേ എന്നുള്ളതാണെങ്കിൽ ദാറ്റ് ഡേ, ടുമോറോ എന്നുള്ളതാണെങ്കിൽ നെക്സ്റ്റ് ഡേ എന്നൊക്കെ നമ്മൾ മാറ്റും. അല്ലാതെ ആ ടുമോറോനെ ടുമോറോ തന്നെയായിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്നില്ല. സോ ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഫസ്റ്റ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നു, he could not marry Reina then. ഓക്കെ, he told her എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെയ്ന എന്ന് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. he told to Reina എന്ന് പറഞ്ഞിരിക്കുന്നത് he told to her എന്നാണ് ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. her എന്നുള്ളതിന് നെയിം അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ നെയിം എടുത്ത് ക്ലിയർലി ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാവുന്നതാണ്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നു, he could not marry Reina then, but would surely marry her next year. നെക്സ്റ്റ് ഇയർ എന്ന് പറയത്തില്ല അല്ലെ, നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഫോളോയിങ് ഇയർ എന്നൊക്കെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ പറയുന്നത്.
അല്ലാതെ നമ്മൾ അത് തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്നില്ല. ഓപ്ഷൻ ബി നോക്കുവാണെങ്കിൽ he told Reena that he could not marry her then but would surely marry her following year. നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻ കട്ട് ചെയ്യുവാണ്. റിമൈനിങ് രണ്ട് ഓപ്ഷൻസ് ആണ് കിടക്കുന്നത്. അതിൽ ലാസ്റ്റ് ഓപ്ഷനിൽ നോക്കുവാണെങ്കിൽ he told Reena that he cannot marry her എന്ന് പറഞ്ഞിരിക്കുന്നു. he cannot എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ cannot, I cannot എന്നാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെടുത്ത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് എഴുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷനും റോങ് ആണ്. ബി ആൻസർ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ളത്. റൈറ്റ് ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് he told Reena that he could not marry her then but he would surely do so the following year. Clear alle? Next one nokam, sixth question ingane paranjirikkunnu. He said Gandhiji faced many awkward situations when he was living in South Africa. Idu endu way of speech aanu? Obviously idoru direct speech aanu. ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇതിനെ ഇൻഡയറക്റ്റ് ആക്കിയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു he says that Gandhiji faced many awkward situations when he was living in South Africa. Option B, he told that Gandhiji had faced many awkward situations when he was living in South Africa. Option C, he said that Gandhiji had been facing awkward situations when he was living in South Africa. And option D പറയുന്നു he said that Gandhiji had faced many awkward situations when he was living in South Africa. Okay, seems to be similar അല്ലേ? നാല് ഓപ്ഷൻസും ഒരുപോലെ അല്ലേ എന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നു ഗാന്ധിജി ഫേസ്ഡ് മെനി awkward situations when he was living in South Africa. ഗാന്ധിജിക്ക് ഒരുപാട് സിറ്റുവേഷൻസ്, ഓക്വേർഡ് സിറ്റുവേഷൻസിലൂടെ പോവേണ്ടി വന്നു സൗത്ത് ആഫ്രിക്കയിൽ താമസിക്കുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ ഇൻഡയറക്റ്റ് ആക്കി മാറ്റുന്ന സമയത്ത് ഓക്കെ ഗാന്ധിജി സേസ് ദാറ്റ് എന്ന് നമ്മൾ പറയത്തില്ല. വൈ? ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. അതിലേക്ക് നമ്മൾ സേസ് എന്ന് പ്രസന്റ് ടെൻസിൽ സേസ് എന്ന് നമ്മൾ പറയുന്നില്ല. നെക്സ്റ്റ് വൺ നോക്കുവാണെങ്കിൽ ടോൾഡ് ദാറ്റ്, അതും റോങ് ആയിട്ടാണ് പറയുന്നത്. ഗാന്ധിജി ടോൾഡ് ദാറ്റ് എന്നല്ല, ഗാന്ധിജി സെഡ് ദാറ്റ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു വേ ഓഫ് ഇൻഡയറക്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. തേർഡ് പാർട്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്, നമുക്കറിയാം. സോ സേസ് എന്നോ ടോൾഡ് എന്നോ നമ്മൾ പറയുന്നില്ല. നെക്സ്റ്റ് രണ്ട് ഓപ്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ പറയുവാണ് ഗാന്ധിജി ഹാഡ് ബീൻ ഫേസിങ്. ഓക്കെ, കണ്ടിന്യൂസ് ടെൻസിലേക്ക് അല്ലെങ്കിൽ ഹാഡ് ബീൻ എന്ന് പറയുന്ന ഒരു ടെൻസിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ സി ഈസ് ഓൾസോ റോങ്. ദി ഓൺലി റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. എങ്ങനെ പറയും? He said that Gandhiji had faced many awkward situations when he was living in South Africa. Okay അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത്. ബാക്കി നാല് ഓപ്ഷൻസും റോങ് ആണ്. റൈറ്റ് ആണ് നമ്മൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം, സെവൻത് ക്വസ്റ്റ്യൻ. സെവൻത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ റാവു ടോൾഡ് മിസ്റ്റർ മേത്ത ദാറ്റ് ഹി ഹാഡ് ടു ഗോ ദ ടൗൺ ദാറ്റ് ഡേ. ഇത് എന്ത് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഏത് സ്പീച്ച് ആണ്? ഒബ്വിയസ്ലി ഇത് ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച് ആണ്. റൈറ്റ് ആണ്, നിങ്ങൾ ആൻസർ ചെയ്തിരിക്കുന്നത് റൈറ്റ് ആണ്. ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച് ആണ്. ഇവിടെ നമ്മൾ റാവു മിസ്റ്റർ മേത്തയോട് സംസാരിച്ച ഒരു കാര്യം നമ്മൾ തേർഡ് പാർട്ടിയിൽ നിന്നുകൊണ്ട് റാവു മേത്തയോട് എന്തോ സംസാരിച്ചു, അത് തേർഡ് പാർട്ടി ആയ ഞാൻ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡയറക്റ്റ് സ്പീച്ച് ഏതാണെന്ന് ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു മിസ്റ്റർ റാവു said Mr. Mehta, I have to go to the town that day. Okay, see ഞാൻ പറഞ്ഞു that day എന്നൊക്കെ പറയുന്നത് that day നമ്മൾ today എന്ന് ഡയറക്റ്റ് സ്പീച്ചിൽ പറയുന്നതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് that day എന്ന് മാറ്റുന്നത്. ഓക്കെ, അല്ലെങ്കിൽ that day previous day, tomorrow എന്ന് പറയുന്നത് the next day എന്നൊക്കെ പറയുന്നത് yesterday, today, tomorrow എന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ ആഡ് ചെയ്യാനാണ്. സോ അത് തന്നെ എടുത്ത് എഴുതുന്നത് റോങ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓപ്ഷൻ ബി പറയുന്നു മിസ്റ്റർ റാവു സെഡ് മിസ്റ്റർ മേത്ത I have to go to the town today. ഓപ്ഷൻ സി പറയുന്നു മിസ്റ്റർ റാവു സെഡ് മിസ്റ്റർ മേത്ത I will have to go to the town today. ഓപ്ഷൻ ഡി പറയുന്നു മിസ്റ്റർ റാവു സെഡ് I have to go to the town today. Okay,
സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്നത് എന്തോ അതിനോട് യോജിച്ച ഇൻഡയറക്റ്റ് സ്പീച്ച് അതിനോട് യോജിച്ച ഡയറക്റ്റ് സ്പീച്ച് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ദാറ്റ് ഡേ എന്ന് തന്നെ എടുത്ത് എഴുതിയിരിക്കുന്നു. ദാറ്റ് ഇസ് എ റോങ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് തെറ്റാണ്. ഓപ്ഷൻ സി നോക്കുവാണെങ്കിൽ മിസ്റ്റർ റാവു സെഡ് ഐ വിൽ ഹാവ് ടു. ഓക്കെ, ഹി ഹാഡ് ടു ഗോ എന്നാണ് നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഐ വിൽ ഹാവ് ടു ഗോ എന്നല്ല നമ്മൾ പറയുന്നത്, ഐ ഹാവ് ടു ഗോ എന്ന് മാത്രം മതി. അല്ലാതെ ഐ വിൽ ഹാവ് ടു ഗോ എന്ന് പറയില്ല. അതുപോലെ തന്നെ ഐ ഹാവ് ടു ഗോ, ഹി ഹാഡ് ടു ഗോ എന്ന് പറയുന്നിടത്ത് ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ മിസ്റ്റർ മേത്ത മിസ്സിംഗ് ആണ് അല്ലെ, ആരോട് പറഞ്ഞു എന്നുള്ളത് മിസ്സിംഗ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി അവിടെ റോങ് ആണ്. ഇനി നമുക്ക് റിമൈനിങ് ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. വൈ? Sorry for that. ആണ് റൈറ്റ് ആൻസർ. വൈ? ബിക്കോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നു he had to go എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ നമ്മൾ മാറ്റുമ്പോൾ I have to go എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതും. ദാറ്റ് ഡേ എന്നുള്ളത് ടുഡേ ആവും. ഇത് ആരോട് പറഞ്ഞു? മിസ്റ്റർ റാവു സെഡ് ടു അന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ മിസ്റ്റർ റാവു സെഡ് എന്ന് പറഞ്ഞിട്ട് ആരോടാണ് പറഞ്ഞിരിക്കുന്നത്, ആരാണ് ലിസണർ എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലും ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് വേ ഓഫ് ഇൻഡയറക്റ്റ് സ്പീച്ച്, റൈറ്റ് വേ ഓഫ് ഡയറക്റ്റ് സ്പീച്ച് ഹിയർ. ക്ലിയർ അല്ലേ? കുറച്ച് എക്സ്പ്ലനേഷൻസ് ആദ്യം തന്ന് കുറച്ച് ടൈം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പീഡായിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓപ്ഷൻ നമ്മുടെ 8th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുവാണ്. 8th ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? They told us that they had waited at the station for a long time. ഇത് ഒബ്വിയസ്ലി ഒരു ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച് ആണ്, തേർഡ് പാർട്ടി കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ദിസ് ഇസ് എ ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച്. ഇതിന് ഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്. They told us we had been waiting at the station for a long time. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നു they told us we are waiting at the station for a long time. ഓപ്ഷൻ സി പറയുന്നു they told us we waited at the station for a long time. ഓപ്ഷൻ ഡി പറയുന്നു they told us we waited at the station for a long time. ഓക്കെ അല്ലേ? ഡയറക്റ്റ് സ്പീച്ചിൽ ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഇൻഡയറക്റ്റ് സ്പീച്ച് പറഞ്ഞിരിക്കുന്നത് they told us, അത് 4ലും റൈറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. That they had waited. Okay, they had waited at the station for a long time എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ചിനെ ഡയറക്റ്റ് വേ ഓഫ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? they had waited എന്നുള്ളത് had been waiting എന്നുള്ളത് നമ്മൾ പറയില്ല. are waiting, we are waiting here എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലാണ്. ഞങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു എന്ന് പറയുന്നതിന് are waiting എന്ന് നമ്മൾ പറയില്ല. we wait at the station for a long time, ഞങ്ങൾ വെയിറ്റ് എന്നുള്ളത് we wait എന്ന് പറയുന്നതും റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പകരം നമ്മൾ യൂസ് ചെയ്യുന്ന റൈറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡിയിലാണ്. 3 ഓപ്ഷൻസും നമുക്ക് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. they told us we waited at the station for a long time. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആക്കാൻ നേരത്ത് they had waited at the station for a long time എന്ന് ചേഞ്ച് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കാം. 9th ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? he told Pavan that they should have tried hard. ഇത് ഒബ്വിയസ്ലി ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇതിനെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ആക്കി മാറ്റുകയാണ്. he told Pavan, അവൻ പവനോട് പറഞ്ഞു എന്ത്? they should have tried hard, അവരെ കുറച്ചുകൂടി ഹാർഡ് ആയിട്ട് ട്രൈ ചെയ്യാമായിരുന്നു എന്ന് പവൻ അവനോട് പറഞ്ഞു. അല്ലെങ്കിൽ he told Pavan, പവനോട് അവൻ പറഞ്ഞു എന്നാണ് സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച് ആണ്, ഡയറക്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നു he said Pavan you should have tried hard.
ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നു, he said, Pavan, don't you think we should have tried hard? അത് കുറെ കൂടി കയ്യിലിട്ട് പറഞ്ഞിരിക്കുന്നു അല്ലെ, എന്താണോ ഇൻഡയറക്ട് സ്പീച്ചിലുള്ളത് അത് അങ്ങനെ തന്നെയല്ല, കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കൂട്ടിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പവൻ ഡോണ്ട് യു തിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നു, he said, Pavan, we had tried harder. Okay, they should try harder എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് we should try hard എന്ന് ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നു, he said to Pavan, we should have tried harder. Okay, നമുക്ക് പവൻ he told പവൻ എന്ന് ഇൻഡയറക്ട് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നു. അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഡയറക്ട് സ്പീച്ച് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, he said to പവൻ. Okay, he told പവൻ that they should have tried hard. they should have എന്നുള്ളതിനെ we should have എന്നുള്ളതിലേക്ക് നമ്മൾ ഡയറക്ട് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നു. എന്നാൽ ഇവിടെ he told അല്ലെങ്കിൽ he said, പവൻ എന്ന് പറഞ്ഞല്ല അവൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, we should, നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഹാർഡർ ആയിട്ട് ട്രൈ ചെയ്യണമായിരുന്നു എന്നാണ് പറഞ്ഞത്. സോ അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, he said to പവൻ, we should have tried harder. കറക്റ്റ് അല്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കുവാണ്. സോ ഓൾറെഡി 45 ആയി, നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞു. സോ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു 15 ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈമിന്റെ ഷോർട്ടേജ് കൊണ്ട് ഞാൻ കുറച്ച് ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് തോന്നുന്നു. സോ ടൈമിന്റെ ഷോർട്ടേജ് കൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായി. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പോലും അമൽ കൃഷ്ണയാണ് കൂടുതലും ആൻസേഴ്സ് ചെയ്തത്. താങ്ക് യു അമൽ. ആൻസേഴ്സ് റൈറ്റ് ആയിരുന്നു, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഫർദർ ഡൗട്ട്സ് ലൈവ് തീരുന്നതിന് മുൻപ് നിങ്ങൾക്കത് ചോദിക്കാം കേട്ടോ. സോ ഇന്ന് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ച് ആണ് പഠിച്ചത്. ഈ രണ്ട് ടോപ്പിക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുവാണ്. എങ്ങനെ ഒരു ഡയറക്റ്റ് സ്പീച്ച് കണ്ടാൽ മനസ്സിലാകും, എങ്ങനെ ഇൻഡയറക്റ്റ് ആക്കി മാറ്റാം, തിരിച്ചും എങ്ങനെ ഒരു ഇൻഡയറക്ട് സ്പീച്ചിനെ മനസ്സിലാക്കാം, അതിനെ എങ്ങനെ ഡയറക്റ്റ് ആക്കി മാറ്റാം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ സോറി ഫോർ ദാറ്റ്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുവാണ്. പുതിയൊരു ക്ലാസ്സും പുതിയൊരു ടോപ്പിക്കും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു ഫോർ ടുഡേസ് ക്ലാസ്.